ഇത് വയനാട് ജില്ലയിലെ മാനന്തവാടിക്ക് സമീപമുള്ള തലപ്പുഴ എന്ന ഗ്രാമപ്രദേശം. ഇവിടെ 21 വർഷത്തോളമായി ടെക്സ്റ്റൈൽ ബിസിനസ് നടത്തിവരുന്ന ശ്രീ അബ്ദുൽ നാസർ എന്ന സംരംഭകന്റെ വേറിട്ട ഒരു ചിന്ത. തന്റെ തലപ്പുഴ അങ്ങാടിയിലുള്ള ടെക്സ്റ്റൈൽ സ്ഥാപനത്തോടൊപ്പം ഒരു ATM മെഷീൻ കൂടി ഇൻസ്റ്റാൾ ചെയ്ത് സ്വന്തം ബിസിനസിനെ അപ്ഗ്രേഡ് ചെയ്തു. മുൻപ് തന്നെ സമീപവാസികളുടെ സാമ്പത്തിക ഇടപാടുകൾക്കായി മണി ട്രാൻസ്ഫർ തുടങ്ങിയ സേവനങ്ങളും ഇദ്ദേഹം ചെയ്തു നൽകി വരുന്നുണ്ടായിരുന്നു. ATM മെഷീന്റെ വരവോടെ മികച്ച ഒരു പാസീവ് ഇൻകം കൂടി കണ്ടെത്താൻ ഇദ്ദേഹത്തിനായി. എൻ്റെ പേര് അബ്ദുൽ നാസറാണ്. ഞാൻ തലപ്പുഴ 20-21 കൊല്ലത്തോളമായി കച്ചവടം ചെയ്യുന്നത്. അപ്പോൾ അത് കച്ചവടത്തിനായിട്ട് ബന്ധപ്പെട്ടിട്ട് കച്ചവടം കുറച്ച് കൂട്ടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനൊരു ATM ബിസിനസ്സിനെ കുറിച്ച് ഇങ്ങനെ കേൾക്കാനിടയായി. അങ്ങനെയാണ് ഞാൻ നെക്സസിൻ്റെ ATMനെ കുറിച്ച് അറിയുകയും അവരുമായിട്ട് ബന്ധപ്പെടുകയും അവർ മെഷീനെ കുറിച്ച് കൃത്യമായി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചു. അപ്പോൾ മെഷീൻ വന്നു. അപ്പോൾ മെഷീൻ കൊണ്ടുവന്നു, കുഴപ്പമൊന്നുമില്ല. നോർമലി ATM എങ്ങനെ വർക്ക് ചെയ്യുന്നു, നോർമലി ഒരു ബാങ്കിൻ്റെ ATM ഏത് വിധത്തിലാണ് വർക്ക് ചെയ്യുന്നത് അതേ വിധത്തിലാണ് ഇതുള്ളത്. അത് കുഴപ്പമൊന്നുമില്ല, നല്ല പെർഫോമൻസ്. ഇപ്പം നിലവിൽ ഒരു പ്രശ്നങ്ങളുമില്ല, എല്ലാം ഓക്കെയാണ്. പിന്നെ നമ്മൾ ഓൾറെഡി വിരൽ വെച്ച് പൈസ എടുക്കുന്ന ഒരു സംവിധാനം ഞാനൊരു 1-2 വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. സാധാരണക്കാർ ബാങ്കിലൊന്നും കയറി പോകാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. ഇപ്പോൾ കുഴപ്പമില്ല, സക്സസ് ആയിട്ടുള്ള 2 വർഷമായിട്ട് അത് നല്ല രീതിയിൽ പോകുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇപ്പോൾ ATM കൂടെ വെച്ച് ATM കാർഡ് ഉള്ളവർക്ക് അത് അതിൽ നിന്നും വിഡ്രോ ചെയ്യാം. അപ്പോൾ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട. അപ്പോൾ അതിനനുസരിച്ച് ഇതുവരെ നിലവിൽ നല്ല പെർഫോമൻസ് ആണുള്ളത്, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ വളരെ വിജയകരമായി തന്റെ ലിലി കളക്ഷൻസ് എന്ന സ്ഥാപനത്തോടൊപ്പം ATM ബിസിനസ്സും ഇദ്ദേഹം ചെയ്തു വരുന്നു. നിലവിലുള്ള സ്ഥാപനത്തിന്റെ മുൻവശത്ത് ചെറിയ സ്ഥലം ഒരുക്കിക്കൊണ്ട് 24 മണിക്കൂറും തുറന്നു പ്രവർത്തിക്കാവുന്ന രീതിയിൽ അധികം മുതൽ മുടക്കില്ലാതെ ATM മെഷീൻ സെറ്റപ്പ് ചെയ്തു. ഷട്ടർ നൈറ്റിൽ ഷട്ടർ താത്തിയിടും, എന്നാലും ഒരു റൂമിൻ്റെ സ്റ്റൈൽ തന്നെ ഉണ്ടാകുന്നത്. ഉള്ള സൗകര്യം വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എന്നാലും രാത്രി ഓപ്പൺ ആണ്. 24 hours എടുക്കാനുള്ളൊരു സൗകര്യം ഞാൻ ഉള്ള സൗകര്യം വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എസ്റ്റേറ്റ് മേഖലയാണ്. എല്ലാം സാധാരണക്കാരായ മാത്രമുള്ള ഒരു ഏരിയയാണിത്. എസ്റ്റേറ്റ് മേഖലയാണെന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയാൻ പറ്റും. പിന്നെ കാരണം അത് വിദ്യാഭ്യാസപരമായിട്ടൊക്കെ കുറച്ച് ബാക്കിലുള്ള ആളുകളാണ്. അപ്പോൾ അവർക്ക് ATM ഒന്നും യൂസ് ചെയ്യാതെ നമ്മൾ ഫസ്റ്റ് ടൈം കാണിച്ചു. പിന്നെ QR കോഡിൻ്റെ ഒരു ഇതൊക്കെ ഫസ്റ്റ് ടൈമാണ് തലപ്പുഴ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത് വേറെ എവിടെയില്ല. മാനന്തവാടി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇത് ഫസ്റ്റ് ടൈം QR കോഡ് വഴി പൈസ വിഡ്രോ ചെയ്യുന്ന ആ ഒരു സംവിധാനം 100 രൂപ മുതൽ 10,000 രൂപ വരെ എടുക്കാനുള്ള സംവിധാനം പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് ഇവിടെ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അത് സാധാരണക്കാരിലേക്ക് എത്തി വരുന്നുള്ളൂ. എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോഴേക്കെല്ലാം ക്ലിക്കാവും എന്ന് വിചാരിക്കുന്നു.